നമസ്കാരം, വെൽക്കം ടു ഷീബാസ് ട്രാവൽ സ്റ്റോറീസ്. ഞങ്ങളിന്ന് പട്ടുവത്തേക്ക് പോകുന്ന വഴിയിലാണ്. പട്ടുവത്ത് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട്. പട്ടും പാലമാണ് നിങ്ങൾ കണ്ടത്. വലിയൊരു റിവറിന് ക്രോസ് ചെയ്ത് വളരെ ലെങ്തി ആയിട്ടുള്ള ഒരു പാലം. ആ പാലത്തിൻ്റെ മുകളിൽ നിന്ന് രണ്ട് ഭാഗത്തേക്കുള്ള വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കണ്ണെത്താത്ത ദൂരത്തോളം പുഴയാണ്. ചെറുതൊന്നുമല്ല, നമ്മൾ കടൽ കാണുന്ന അതേ അത്രയും ദൂരത്തിൽ നമുക്ക് ഇവിടുന്ന് പുഴ കാണാം. പുഴയുടെ രണ്ട് ഭാഗത്തും നിറഞ്ഞിരിക്കുന്ന തെങ്ങിൻ തോപ്പുകളും ഒക്കെയാണ് ഇവിടുന്ന് കാണുന്നത്. കുറേ ചെമ്മീൻ കണ്ടിയും മത്സ്യങ്ങളെ വളർത്തുന്ന സ്ഥലങ്ങളും അതൊക്കെ കാണാം. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണിത്. ഒത്തിരി ആൾക്കാർ വണ്ടികളൊക്കെ ബ്രിഡ്ജിൻ്റെ മുകളിൽ തന്നെ നിർത്തി വെച്ചിട്ട് ഇതിൻ്റെ മനോഹാരിത ആസ്വദിക്കുന്നുണ്ട്. അപ്പോൾ ഈ വഴി പാസ് ചെയ്ത് പോകുമ്പോൾ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ്. കണ്ണൂർ സിറ്റിയിൽ നിന്ന് ഒരു 20 കിലോമീറ്റേഴ്സിൻ്റെ ഉള്ളിലുള്ള സ്ഥലമാണ് ഞാൻ ഈ വ്ളോഗിലൂടെ കാണിക്കുന്നത്. അപ്പോൾ കണ്ണൂരൊക്കെ വരുന്ന ആൾക്കാർക്ക്, കണ്ണൂർ മാത്രം അറിയുന്ന ആൾക്കാർക്ക്, അതിൻ്റെ അപ്പുറത്തേക്ക് ട്രാവൽ ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവിൽ, ഒരു 45 മിനിറ്റ്സ് ഡ്രൈവിൽ എത്തിച്ചേരാൻ പറ്റിയ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഈ സമയത്തൊക്കെ ഒത്തിരി തെയ്യങ്ങളൊക്കെ നടത്തുന്ന സ്ഥലമാണ്. ഒത്തിരി കാവും ചെറിയ ചെറിയ അമ്പലങ്ങളൊക്കെ കാണാം. പക്ഷേ ഇപ്പം കൊറോണ പ്രോട്ടോകോൾ റെസ്ട്രിക്ഷൻസ് ഉള്ളത് കാരണം ഒത്തിരി ആൾക്കാർ ഗ്യാദർ ചെയ്യാൻ പാടില്ല എന്നുള്ള റെസ്ട്രിക്ഷൻസ് ഉള്ള കാരണം ഇപ്രാവശ്യം തെയ്യങ്ങളൊന്നും അത്ര കാര്യമായിട്ടില്ല. അല്ലെങ്കിൽ പട്ടുവത്തെ തെയ്യം വളരെ വളരെ ഫേമസ് ആണ്. മലബാറിൻ്റെ തന്നെ ഒരു പ്രശസ്തമായ ഒരു കലാരൂപമാണ് തെയ്യം. അത് ഏറ്റവും കൂടുതൽ ആഘോഷമായി കൊണ്ടാടുന്നതും ഏറ്റവും കൂടുതൽ ഡ്യൂറേഷനിലുള്ളതും ഒക്കെ പട്ടുവത്താണ്. സുരേഷ് ഗോപിയുടെ മഞ്ജു വാര്യരുടെ കളിയാട്ടം എന്ന മൂവിയിൽ ചെയ്യുമ്പോൾ ഒത്തിരി ഇവിടുത്തെ സ്ഥലങ്ങളും പിന്നെ ഇവിടെയുള്ള കുറേ തെയ്യം കലാകാരന്മാരും ഒക്കെ അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു തെയ്യം കലാരൂപത്തിൻ്റെ ഒരു ബ്യൂട്ടി നമ്മൾ ആ മൂവിയിൽ നിന്നാണ് കണ്ടത്. അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് കൂടിയാണ് പട്ടുവം എന്ന് പറയുന്ന ഈ സ്ഥലം.
കോക്കനട്ടൊക്കെ ഡ്രൈ ചെയ്യാൻ വെച്ചിരിക്കുന്നത് കാണാം. കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കാൻ വേണ്ടി. അതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സാണ് കോക്കനട്ട് എടുത്ത് നന്നായിട്ട് ഡ്രൈ ചെയ്തിട്ടാണ് അത് പിന്നെ മില്ലിൽ കൊണ്ടുപോയി അതിനെ കോക്കനട്ട് ഓയിൽ ഉണ്ടാക്കുന്നത്. അതാണ് ഈ കാണുന്നത് കോക്കനട്ട്. ഇത് ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് അത് ഇളകിയെടുക്കാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് അതിന് ചകിരിയൊന്നും കളയാൻ നിൽക്കാതെ ജസ്റ്റ് രണ്ടായി കട്ട് ചെയ്തിട്ട് അവർ ഉണക്കാൻ വേണ്ടിയിട്ടിരിക്കുന്നത്. ഉണങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതിൻ്റെ ചിരട്ടയിൽ നിന്ന് എളുപ്പത്തിൽ ഇളക്കിയെടുക്കാം. അങ്കുഷ, നോ ഇറ്റ്സ് നോട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വ്ലോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പ്ലീസ് ക്ലിക്ക് ദ ലൈക്ക് ബട്ടൺ ആൻഡ് ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്. Subscribe the channel if you have not yet subscribed. Thank you so much.